നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കുന്ന 20 ക്വസ്റ്റ്യൻ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട PSC വജ്ര ജൂബിലി വിശേഷാൽ പതിപ്പിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ഇതിനായി തിരഞ്ഞെടുത്ത ആദ്യത്തെ സത്യാഗ്രഹി വിനോബ ഭാവെ. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ഇതിനായി തിരഞ്ഞെടുത്ത ആദ്യത്തെ സത്യാഗ്രഹിയാണ് വിനോബ ഭാവെ. നമ്പർ 2, ടാഗോറും ഗാന്ധിജിയും അവസാനമായി കണ്ടത് ഏത് വർഷമായിരുന്നു? ടാഗോറും ഗാന്ധിജിയും അവസാനമായി കണ്ടത് ഏത് വർഷമായിരുന്നു? 1940. ക്വസ്റ്റ്യൻ നമ്പർ 3, സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 കോൺഗ്രസിനെ ഏത് പേരിലുള്ള പ്രസ്ഥാനമാക്കി മാറ്റണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്? സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 കോൺഗ്രസിനെ ഏത് പേരിലുള്ള പ്രസ്ഥാനമാക്കി മാറ്റണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്? ലോക് സേവാ സംഘ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായി അന്തരിച്ച വർഷം? ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായി അന്തരിച്ച വർഷം 1942. ഗാന്ധിജി അവസാനമായി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് എവിടെയായിരുന്നു? ഗാന്ധിജി അവസാനമായി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് എവിടെയായിരുന്നു? ന്യൂഡൽഹി. ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് എനിക്കറിയാം എന്ന് 1941 ജനുവരി 15 AICC മുമ്പാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചാണ്? ജവഹർലാൽ നെഹ്റു. ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്നെനിക്കറിയാം എന്ന് 1941 ജനുവരി 15 AICC മുമ്പാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചാണ്? ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ദേശിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1944 മെയ് മാസത്തിൽ ഗാന്ധിജിയെ അപായപ്പെടുത്താൻ ഗോഡ്സെയും ഒരു കൂട്ടം ആൾക്കാരും ശ്രമം നടത്തിയ സ്ഥലം? 1944 മെയ് മാസത്തിൽ ഗാന്ധിജിയെ അപായപ്പെടുത്താൻ ഗോഡ്സെയും ഒരു കൂട്ടം ആൾക്കാരും ശ്രമം നടത്തിയ സ്ഥലമാണ് പഞ്ചാഗ്നി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെട്ടത് ആരാണ്? ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെട്ടത് വിനോബ ഭാവെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി അന്തരിച്ച വാർത്തയറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ചത് ആരാണ്? മഹാത്മാഗാന്ധി അന്തരിച്ച വാർത്തയറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന അനുശോചന സന്ദേശം അയച്ചത് ആരാണ്? ബർണാഡ് ഷാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി അന്തരിച്ച അതേ വർഷം തന്നെ അന്തരിച്ച നേതാവ്? ഗാന്ധിജി അന്തരിച്ച അതേ വർഷം തന്നെ അന്തരിച്ച നേതാവ് മുഹമ്മദ് അലി ജിന്ന. മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്നത് മനുവും ആഭയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി ജനിച്ച സ്ഥലമായ പോർബന്തറിൻ്റെ പഴയ പേര്? ഗാന്ധിജി ജനിച്ച സ്ഥലമായ പോർബന്തറിൻ്റെ പഴയ പേര് സുദാമപുരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ചരമവൃത്താന്തം അറിഞ്ഞപ്പോൾ രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞത്? ഗാന്ധിജിയുടെ ചരമവൃത്താന്തം അറിഞ്ഞപ്പോൾ രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞത് പേലസ് ബക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവശതകൾ സംബന്ധിച്ച ഒരു പ്രമേയം ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി അവതരിപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവശതകൾ സംബന്ധിച്ച ഒരു പ്രമേയം ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി അവതരിപ്പിച്ചത്? 1901. ആരുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ആരുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ദാദാ അബ്ദുള്ള. ഏത് വർഷമാണ് ഗാന്ധിജി ഹിന്ദ് സ്വരാജ് രചിച്ചത്? 1909. കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. ഏത് പുസ്തകമാണ് ഗുജറാത്തി ഭാഷയിലേക്ക് സർവോദയം എന്ന പേരിൽ ഗാന്ധിജി പരിഭാഷപ്പെടുത്തിയത്? അൺടു ദിസ് ലാസ്റ്റ്. ഗാന്ധിജി പങ്കെടുത്ത കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡി വാജ. കോടതി മുറിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഫിറോസ് ഷാ മേത്ത.